ഞങ്ങളുടെ സീരിയലിൽ ആരെങ്കിലും പീഡിപ്പിച്ചോണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ടോ? ഒരു ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ അപ്പുറം ചെറുപ്പക്കാർ പുതിയ തലമുറയിൽപ്പെട്ട ആർട്ടിസ്റ്റുകൾ ഇരിപ്പുണ്ട്. നിങ്ങൾ അതിനകത്ത് നിങ്ങൾ അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രങ്ങൾ ഏറ്റവും ബലിഷ്ഠമായ കരങ്ങളുള്ളവരും നല്ല സിക്സ് പാക്ക് ഉള്ളവരുമാണ്. പക്ഷെ അവരെ പാർശ്വവൽക്കരിച്ച് ഒന്നുമല്ലാതെ നിങ്ങൾ സ്ത്രീകളുടെ ഏറ്റവും പരമമായ രീതിയിൽ നിങ്ങൾ അപ്രമാദിത്വമാണ് നിങ്ങൾ പല സീരിയലിലും കാണിക്കുന്നത്. ഓരോ സീരിയലും പരിശോധിച്ചോളൂ. നിങ്ങൾ ഓരോ സീരിയലും അവര് പറയട്ടെ, അനുഭവിക്കുന്ന അവര് പറയട്ടെ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതെ. പറഞ്ഞൊരു കാര്യമുണ്ട്. സാറ് പറഞ്ഞത് പുരുഷ മേധാവിത്വം കുറവാണ്, സ്ത്രീ മേധാവിത്വം കൂടുതലാണെന്നാണ് സാറ് പറഞ്ഞത്. ശരിയാണ്. ഇതിന് കാരണം പ്രേക്ഷകർ തന്നെയാണ്. ഇവിടെ ഒരാണുങ്ങളുടെ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രേക്ഷകനും താല്പര്യമില്ല. സാറ് നേരത്തെ പറഞ്ഞു കലാമൂല്യമുള്ള സീരിയലുകൾ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുന്നു. കലാമൂല്യമുള്ള സീരിയലുകൾക്കും ജീവിതഗന്ധിയായ സീരിയലുകൾക്കും ഇന്നും റേറ്റിംഗ് ഇല്ല. ഇന്നത്തെ സമൂഹത്തില് ഇപ്പം വളർന്നു വരുന്ന പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. അവർ ഈ സീരിയൽ കാണുന്നോണ്ടാണ്. പക്ഷെ ആ തലമുറയിൽ എത്ര പേര് സീരിയൽ കാണുന്നുണ്ട്? അവർ നോക്കുന്ന ചുറ്റും കുടുംബത്തിലും സമൂഹത്തിലും കുടുംബത്തിലും കാണുന്നത്. അത് മാത്രമാണ് അവർ കോപ്പി ചെയ്യുന്നത്. കാണുന്നുണ്ടെങ്കിലേ യൂട്യൂബിനകത്ത് കയറിയ എല്ലാ പിള്ളേരും ഇത് തന്നെയാ കണ്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി പറയാൻ സീരിയലിൽ കൂടെ ഒന്നും പഠിക്കാനില്ല. ചേച്ചിമാരോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര പേര് സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിശക്കുന്നു പറഞ്ഞെങ്കിൽ കൊടുക്കാത്ത ആരെങ്കിലും? പക്ഷേ എല്ലാവരും പറയുന്നത് വീട്ടിൽ വന്നാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.